നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായത് എങ്ങനെയെന്ന വസ്തുത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തെളിയുന്നത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ആ പച്ച കള്ളമാണ്. ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണപ്പോൾ ഇത്ര വലിയ അപകടമാണ് നടന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നാണ് സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നത്. അപകടം നടന്നതിന് ശേഷം 8 മിനിറ്റ് മാത്രമേ പരിപാടി നടത്തിയുള്ളൂവെന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഉമാ തോമസിന് പരിക്കേറ്റിട്ടും മന്ത്രിയും MP-യും പോലീസുകാരും ഒക്കെ ആ പരിപാടിയിൽ തുടർന്നതിന്റെ അസ്വാഭാവികത ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് മന്ത്രി ന്യായീകരണ പ്രതികരണം നടത്തിയത്. എന്നാൽ ഉമാ തോമസ് വീണ ശേഷം കുറെ സമയമാണ് മന്ത്രി വേദിയിലിരുന്നത്. അതിനുശേഷമായിരുന്നു 8 മിനിറ്റ് പരിപാടി. അതായത് കൺമുൻപിൽ ഉമാ തോമസ് വീണത് നേരിട്ട് കണ്ട മന്ത്രിയാണ് അന്ന് അപകടത്തിന്റെ വ്യാപ്തി അറിഞ്ഞില്ലെന്ന് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ പോലെയൊന്ന് ഉണ്ടെന്ന് മന്ത്രി വിചാരിച്ചും കാണില്ല. ഏതായാലും ഇത്ര ക്രൂരമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്ര വലിയ അപകടം ഉണ്ടായിട്ടും വേദിയിൽ ഒരാൾക്ക് തുടരാൻ കഴിയൂ എന്നത് തന്നെയാണ് വസ്തുത. വേദിയിലേക്ക് MLA വരുന്നു, മുന്നിൽ കണ്ട സീറ്റിലിരിക്കുന്നു. കുറച്ചകലെ മന്ത്രി സജി ചെറിയാനുണ്ട്. മന്ത്രിയെ കണ്ടപ്പോൾ തന്നെ MLA അഭിവാദ്യം ചെയ്തിരുന്നു. സംഘാടകനായ സിജോ വർഗീസ് MLAയുടെ അടുത്തെത്തുകയും മന്ത്രിക്ക് അടുത്ത് സീറ്റൊരുക്കാമെന്ന് പറഞ്ഞെന്നും വ്യക്തം. ആദ്യം വേണ്ടെന്ന് ഉമാ തോമസ് പറയുന്നു. ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. സിജോയ് വർഗീസിന്റെയും മറ്റൊരു യുവതിയുടെയും സമ്മർദ്ദത്തിൽ ഇരുന്ന സീറ്റിൽ നിന്നും ഉമാ തോമസ് എഴുന്നേറ്റു. അതും മന്ത്രി നോക്കിയിരിക്കുന്നു. MLA കടന്നു പോകേണ്ട വഴിയിൽ ഒരു യുവതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് അടുത്തേക്ക് പോകാനുള്ള സ്ഥലപരിമിതി പ്രശ്നമാകുന്നു. ഇതിനിടെയാണ് ഉമാ തോമസ് വീഴുന്നത്. കണ്ടിരിക്കുന്നത് മന്ത്രി. താഴെ ഉമാ തോമസ് വീണതും എണീറ്റ് നോക്കുന്നുണ്ട്. താഴെയുണ്ടായ അപകടവും നേരിട്ട് ബോധ്യപ്പെട്ടു. പക്ഷേ ആരും ആ വേദി വിട്ടില്ല. മന്ത്രിയടക്കം അവിടെ തുടർന്നു. MLAക്ക് ഇത്രയടി താഴ്ചയിൽ വീണാൽ ഉണ്ടാകുന്ന അപകടം എത്ര ഗുരുതരമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി. നിയമസഭയിലെ സ്വന്തം സഹപ്രവർത്തകയാണ് സജി ചെറിയാൻ കാണെ താഴേക്ക് വീണ ജീവന് വേണ്ടി പിടഞ്ഞത്. ഭാഗ്യം കൊണ്ട് അവരുടെ ജീവന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും മലയാളികൾ അവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥനയിലാണ്. 12,000-ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയാണ്. നല്ല രീതിയിലാണ് അത് സംഘടിപ്പിച്ചത്. പണപ്പിരിവിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവരെല്ലാം അണിനിരന്ന് പരിപാടി തുടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. 8 മിനിറ്റാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത്. ആ സമയത്ത് 8 മിനിറ്റ് ഈ പരിപാടി നടത്തിയേ പറ്റൂ എന്ന അന്തരീക്ഷമായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ MLAയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇത്ര ഗൗരവമേറിയ ഒരു അപകടമാണ് അവർക്ക് സംഭവിച്ചതെന്ന് അപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നുവെന്നും പറയുന്നു. ആ ഭാഗത്ത് നിന്നിരുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് അത് കണ്ടത്. 8 മിനിറ്റ് കഴിഞ്ഞതോടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചതായാണ് മനസ്സിലാക്കുന്നത്. പരിപാടി കഴിയുന്നതിന് മുൻപ് തന്നെ ആശുപത്രിയിലേക്ക് പോയിരുന്നുവെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തിരുന്നു. 8 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ പരിപാടി തുടർന്നുവെന്ന് സംഘാടകരുടെ ഫേസ്ബുക്ക് ലൈവിൽ വ്യക്തമാണ്. MLAക്ക് അപകടമുണ്ടായിട്ട് 8 മിനിറ്റ് വേദിയിൽ സജി ചെറിയാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ആ ഫേസ്ബുക്ക് ലൈവ് നോക്കിയാൽ വ്യക്തമാണ്. അതായത് ഉദ്ഘാടന ഭാഗമായി തിരികൊളുത്തിയ ശേഷമായ പരിപാടി 8 മിനിറ്റ് മാത്രമേ റെക്കോർഡിനായുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. MLA വീണപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകേണ്ട മന്ത്രിയാണ് കുന്തം വിഴുങ്ങിയതുപോലെ അന്തം വിട്ട ശേഷം വേദിയിൽ അമർന്നിരുന്നത്. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ MLA ഉമാ തോമസിന് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടുകയാണ് മലയാളി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. വേദിയിൽ സ്ഥലമില്ലായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. പിൻനിരയിൽ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രിയും ADGPയും നോക്കി നിൽക്കവേ തന്നെയാണ് അപകടം. വൻ വീഴ്ചയാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. അതിനിടയിലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഒരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കണ്ണു തുറന്നു. കാലുകൾ ചലിപ്പിക്കാനും കയ്യിൽ മുറുകെ പിടിക്കാനും പറഞ്ഞപ്പോൾ അനുസരിച്ചു. ട്യൂബ് ഇട്ടതിനാൽ സംസാരിക്കാൻ കഴിയില്ല. തലച്ചോറിലെ ക്ഷതങ്ങളിൽ പുരോഗതിയുണ്ട്. ശ്വാസകോശത്തിലെ പരുക്കാണ് വെല്ലുവിളി. എക്സ്റേയിൽ നേരിയ പുരോഗതിയുണ്ട്. വാരിയെല്ല് പൊട്ടിയത് കൊണ്ട് അണുബാധയ്ക്ക് സാധ്യതയുമുണ്ട്.
ശ്വാസകോശത്തിലെത്തിയ രക്തം ഇനിയും പൂർണ്ണമായി മാറ്റാനായിട്ടില്ല. അത് ആന്റിബയോട്ടിക്കിലൂടെ തന്നെ മാറ്റണം. ഗുരുതരാവസ്ഥയിലാണെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ കഴിഞ്ഞാലേ ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറിയെന്ന് പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡിസംബർ 29-നായിരുന്നു അപകടം. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 11,600 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടം. മസ്തിഷ്കത്തിലെ പരിക്കുകൾ ഗുരുതരമല്ലെന്നത് ആശ്വാസകരമാണ്. ശ്വാസകോശത്തിലെ ചതവും രക്തസ്രാവമാണ് വെല്ലുവിളിയെന്ന് റിനൈ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് പറയുന്നുണ്ട്. മൂക്കിലെ എല്ലിനും വാരിയെല്ലുകൾക്കും നട്ടെല്ലിനും ഒടിവുണ്ട്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിദഗ്ധോപദേശവും ചികിത്സയ്ക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. നൃത്താധ്യാപകർ പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉമാ തോമസ് MLAക്ക് പരിക്കേൽക്കാനിടയായ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാറാണ് ഒന്നാം പ്രതി. മൃദംഗ വിഷൻ പ്രൊപ്രൈറ്റർ നികോഷ് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ ഹാജരാകണം. എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും എല്ലാ ഇടപാടുകളും നിയമപരമെന്നുമാണ് നികോഷ് കുമാറിന്റെ നിലപാട്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മാർഗരേഖ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. നന്ദി.